എപ്പിസോഡ് 1 വൈക്കിങ്സിൻ്റെ ഉത്ഭവവും ആദ്യകാല ജീവിതവും. അർദ്ധരാത്രിയിലെ സൂര്യൻ്റെ ദേശത്ത് മഞ്ഞുമൂടിയ കാറ്റ് പരുക്കൻ പർവ്വതങ്ങളുമായി ചേരുകയും അനന്തമായ ഫ്രജോഡുകൾ തീരപ്രദേശം കൊത്തിവയ്ക്കുകയും ചെയ്യുമ്പോൾ ഉഗ്രവും പ്രതിരോധശേഷിയുള്ളതുമായ ആളുകൾ ഉയർന്നു വന്നു. വൈക്കിങ്സ് ഇന്ന് ഈ ഇതിഹാസ കടൽ യാത്രക്കാരുടെ ഉത്ഭവം, അവരുടെ ജീവിത രീതി, അവർ വീട് എന്ന് വിളിച്ച ലോകം എന്നിവ കണ്ടെത്തുന്നതിനായി നാം 1000 വർഷത്തിലേറെ പിന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ആധുനിക നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന സ്കാൻഡിനേവിയയിലാണ് വൈക്കിങ്സിൻ്റെ കഥ ആരംഭിക്കുന്നത്. പ്രകൃതിയുടെ അതിരുകടന്ന ശൈത്യകാലവും ഹ്രസ്വവും തിളക്കമുള്ളതുമായ വേനൽക്കാലവും ഇവിടുത്തെ ജീവിതത്തെ രൂപപ്പെടുത്തി. ക്ഷമിക്കാനാവാത്ത ഈ സാഹചര്യങ്ങൾ അവരുടെ സഹിഷ്ണുത, വിഭവശേഷി, ധീരമായ മനോഭാവം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ജനതയെ രൂപപ്പെടുത്തി. അവരുടെ ലോകം 3 പ്രധാന വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അധികാരവും ബഹുമാനവും നൽകുന്ന സമ്പന്നരായ പ്രഭുക്കന്മാരായ ചാൾസ് ആയിരുന്നു മുകളിൽ ഉണ്ടായിരുന്നത്. വൈക്കിംഗ് ജീവിതത്തിന്റെ നട്ടെല്ലായ കാൾസ് സ്വതന്ത്രർ, കർഷകർ, കരകൗശല വിദഗ്ധർ, വ്യാപാരികൾ എന്നിവരായിരുന്നു അവർക്ക് താഴെ. റെയ്ഡുകളിൽ പലപ്പോഴും പിടിക്കപ്പെടുകയോ അടിമത്തത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകളായ ത്രാളുകൾ ഏറ്റവും താഴെയായിരുന്നു. മിക്ക വൈക്കിങ്സുകളുടെയും ദൈനംദിന ജീവിതം അതിജീവനത്തെ ചുറ്റിപ്പറ്റിയാണ്. അവർ ബാർലി, ഓട്സ്, റൈ തുടങ്ങിയ ഹാർഡി വിളകൾ കൃഷി ചെയ്യുകയും കന്നുകാലികളെ വളർത്തുകയും ശൈത്യകാലത്തേക്ക് ഭക്ഷണം സംരക്ഷിക്കുന്ന കലയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. ലോങ് ഹൗസുകൾ, മേൽക്കൂരയുള്ള ഉറച്ച തടി ഘടനകൾ അവരുടെ വീടുകളുമായി പ്രവർത്തിച്ചു. അവിടെ മുഴുവൻ കുടുംബങ്ങളും ഒരുമിച്ച് താമസിക്കുകയും ശൈത്യകാലത്തെ അതിജീവിക്കുന്നതിനായി അടുപ്പിന് ചുറ്റും കൂടിയിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈക്കിങ്ങുകളിൽ വെറും കർഷകർ മാത്രമായിരുന്നില്ല. അവർ വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരായിരുന്നു. കൂടുതൽ സങ്കീർണമായ ആഭരണങ്ങൾ സൃഷ്ടിക്കുന്നവരായിരുന്നു. ശക്തമായ ഉപകരണങ്ങൾ, യുദ്ധത്തിൽ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന വിദഗ്ധരായിരുന്നു. യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളുമായി പോലും ബന്ധിപ്പിക്കുന്ന അവരുടെ വ്യാപാര പാതകൾ ദൂരവ്യാപകമായി വ്യാപിച്ചു. മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച കോട്ടുകൾ, ആംബർ, ഇരുമ്പ് എന്നിവയ്ക്ക് പകരമായി അവർ വെള്ളിയും സുഗന്ധവ്യഞ്ജനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്നു. വൈക്കിംഗ് സംസ്കാരം പാരമ്പര്യത്താൽ സമ്പന്നമായിരുന്നു. സ്ട്യൂസ്, അപ്പം, മത്സ്യം എന്നിവ ഉൾക്കൊള്ളുന്ന ഭക്ഷണം ഹൃദ്യമായിരുന്നു. കമ്പിളി, ലിനൻ എന്നിവയിൽ നിന്ന് നിർമ്മിച്ച അവരുടെ വസ്ത്രങ്ങൾ പ്രായോഗികവും എന്നാൽ നിലനിർത്തുന്നതുമായിരുന്നു. തണുപ്പ് ഒഴിവാക്കാൻ മൃഗങ്ങളുടെ രോമങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ മുതിർന്നവരുടെ കഴിവുകളും കഥകളും ഉൾക്കൊള്ളുകയും സമൂഹത്തിൽ അവരുടെ അവസരത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തു. അവരുടെ ലോകത്തെ ഒരുമിച്ച് നിർത്തിയ ഒരുതരം പശയായിരുന്നു കഥ പറച്ചിൽ. ദേവന്മാരുടെയും വീരന്മാരുടെയും സാഹസികതകളുടെയും ഇതിഹാസ കഥകൾ സ്കാർഡുകൾ അല്ലെങ്കിൽ കവികൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു. ഈ കഥകൾ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയെയും അതിൽ അവരുടെ സ്ഥാനത്തെയും രൂപപ്പെടുത്തി. എല്ലാറ്റിനും ഉപരിയായി വൈക്കിങ്ങുകൾ പര്യവേക്ഷകരായിരുന്നു. കപ്പൽ നിർമ്മാണത്തിലും നാവിഗേഷനിലും അവരുടെ പ്രാവീണ്യം വിശാലമായ സമുദ്രങ്ങൾ കടക്കാനും വിദൂര ദേശങ്ങളുമായി വ്യാപാരം നടത്താനും അവരുടെ കാലഘട്ടത്തെ നിർവചിക്കുന്ന ഐതിഹാസികമായ റെയ്ഡുകൾക്കും യാത്രകൾക്കും വേദിയൊരുക്കാനും അവരെ അനുവദിച്ചു. അവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓഡിൻ, തോർ എന്നിവരെ പോലുള്ള ദേവന്മാർ പരമാധികാരം വഹിച്ച വൈക്കിങ്സ് പുരാണത്തിന്റെ കൂടുതൽ കഥകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നന്ദി.